പാലിക്കപ്പെട്ടിട്ടില്ല. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇപ്പോൾ മാധ്യമങ്ങളെ കാണുകയാണ്. ഒന്നും നടപ്പാക്കിയിട്ടില്ല. ഹ്രസ്വകാലത്തേക്കും ദീർഘകാലത്തേക്കുമുള്ള നടപടികളാണ് അവിടെ ആവശ്യം. അദാനി പോർട്ടിൻ്റെ പാറ കയറ്റി കൊണ്ടുപോകുന്ന ജട്ടി അവിടെയാണ്. ഗവൺമെൻറ് ഉണ്ടാക്കിയ എഗ്രിമെൻറ്റിൻ്റെ ഭാഗമായി അദാനി പോർട്ടിൻ്റെ ചുമതലയാണ് ആ ഹാർബറിലെ അഴിമുഖത്ത് ഡ്രഡ്ജിങ് നടത്തി അതിൻ്റെ ആഴം കൂട്ടുക എന്നുള്ളത്. അവരിതുവരെ ആഴം കൂട്ടുന്നില്ല. 6 മീറ്റർ ആഴം വേണ്ട സ്ഥലത്ത് 2 മീറ്റർ മാത്രമാണ് ആഴമുള്ളത്. അതുകൊണ്ടാണ് മത്സ്യബന്ധന ബോട്ടുകൾ മൺതിട്ടയിൽ ഇടിച്ച് ചുഴിയിൽ മറിഞ്ഞ് വലിയ അപകടങ്ങൾ ഉണ്ടാകുന്നത്. ചില വീടുകളിൽ നിന്ന് 4 പേര് വരെ നഷ്ടപ്പെട്ട വീടുകളുണ്ട്. പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളാണ് അവരെല്ലാവരും. രൂക്ഷമായ വറുതിയിലാണ് തീരദേശം. മത്സ്യലഭ്യതയുടെ കുറവ്, നിരന്തരമായി ഉണ്ടാകുന്ന കാലാവസ്ഥാ വ്യതിയാനം മൂലമുണ്ടാകുന്ന നിരന്തരമായ മുന്നറിയിപ്പുകൾ, മണ്ണെണ്ണയുടെ ഉയർന്ന വില, ഒരുപാട് ദുരിതങ്ങളാണ്. 2-3 മാസമാണ് അവർ ജോലി ചെയ്യുന്നത്. ബാക്കിയുള്ള മാസങ്ങളിൽ മുഴുവൻ വട്ടിപ്പലിശക്കാരുടെ കയ്യിൽ നിന്ന് പണം മേടിച്ചിട്ടാണ് ജീവിക്കുന്നത്. ആ പണം തിരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ 3 മാസം ജോലിക്ക് പോകുന്നത്. ഒരു കുടുംബത്തിൽ ഒരാൾ നഷ്ടപ്പെട്ടാലും അടുത്തയാൾ വീണ്ടും പോവുകയാണ്. മരണം തൊട്ടരികിലുണ്ട് എന്ന് അറിഞ്ഞിട്ടും ജീവിക്കാൻ മറ്റു നിവൃത്തിയില്ലാതെ മത്സ്യബന്ധനത്തിന് പോകുന്ന ഈ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളെ സംരക്ഷിക്കാൻ ഒരു നടപടിയും ഗവൺമെൻറ് സ്വീകരിക്കുന്നില്ല എന്നുള്ളത് ദൗർഭാഗ്യകരമായ കാര്യമാണ്. നേരത്തെ എടുത്ത യോഗങ്ങളിലും നിയമസഭയിൽ നൽകിയ ഉറപ്പും ഒന്നും പാലിക്കുന്നില്ല. തീരദേശത്തോട് കാണിക്കുന്ന ഈ പൂർണ്ണമായ അവഗണന, അതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഞങ്ങളിന്ന് വാക്കൗട്ട് നടത്തിയത്. തീർച്ചയായും ഇതിൽ അടിയന്തരമായ നടപടികൾ കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾ സ്വീകരിക്കണം എന്ന് ഞങ്ങൾ ശക്തിയായി ആവശ്യപ്പെടുകയാണ്. ഇത് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് തന്നെയാണ്. തികഞ്ഞ അലംഭാവമാണ്. കാര്യം എല്ലാവർക്കും അറിയാം. സമയത്തിന് മണ്ണ് നീക്കുന്നില്ല. ആ കാര്യത്തിലുള്ള കാര്യക്ഷമത കുറവ് ആണ് ഇതിലേക്കൊക്കെ നയിക്കുന്നത്. വർഷകാലം വന്നാൽ പിന്നെ മാറ്റാൻ കഴിയില്ലല്ലോ. അപ്പോൾ സമയത്തിന് ഒരു കാര്യക്ഷമത കാണിച്ച് ഈ കാര്യം കൈകാര്യം ചെയ്താൽ സിമ്പിളായിട്ട് കുറക്കാവുന്ന അല്ലെങ്കിൽ തീർത്തും ഒഴിവാക്കാവുന്ന കാര്യമാണ്. ഈ അലംഭാവം കൊണ്ട് മരണം അടിക്കടി സംഭവിച്ചുകൊണ്ടിരിക്കുന്നതിൽ ശക്തിയായി പ്രതിഷേധിച്ചാണ് ഞങ്ങളിന്ന് വാക്കൗട്ട് നടത്തിയത്. തീരദേശ മേഖലയിൽ വലിയ രീതിയിലുള്ള പ്രതിസന്ധി നിലനിൽക്കുകയാണ് പലതരത്തിൽ. ഇവിടെ മുതലപ്പുഴയിൽ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഏകദേശം 73 പേരാണ് മരണപ്പെട്ടിരിക്കുന്നത് കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്കുള്ളിൽ. അത് വലിയൊരു സ്വാഭാവികമായിട്ടൊരു ആശങ്ക വളരെ വർദ്ധിതമായി തന്നെ ആ പ്രദേശങ്ങളിൽ നിലനിൽക്കുന്നു. ഇപ്പോൾ മണ്ണെണ്ണയുടെ ലഭ്യതക്കുറവ്, അതിൻ്റെ ഉയർന്ന വില അടക്കം മത്സ്യമേഖലയിൽ നിലനിൽക്കുന്ന പ്രതിസന്ധികളുടെ പുറമെയാണ് ഒരു പ്രദേശത്ത് മാത്രം ഉടലെടുത്തിരിക്കുന്ന ഈ സർക്കാരിൻ്റെ അനാസ്ഥ മൂലം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ തുടർ അപകട മരണങ്ങൾ. അപ്പോൾ അതിൻ്റെ അകത്ത് 2021 ഇതേ വിഷയം അടിയന്തര പ്രമേയം അവിടെ ഉന്നയിച്ചതും ഈ 2024 അത് ആവർത്തിച്ച് ഉന്നയിക്കുമ്പോഴും മന്ത്രിയുടെ മറുപടി അതേ നിലയിൽ തന്നെയാണ്. അദ്ദേഹം 5 വർഷം കൊണ്ട് പൂർത്തിയാക്കുമെന്ന് പറഞ്ഞു. ഇപ്പോൾ അദ്ദേഹം 1.5 വർഷം എന്ന് വീണ്ടും പറഞ്ഞു. 1.5 വർഷം കൂടിയല്ലേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ അപ്പുറത്തേക്കില്ല. അപ്പോൾ അതിൻ്റെ അകത്ത് നിന്നുകൊണ്ട് വെറുതെ സമയം ഇങ്ങനെ നീട്ടി പറഞ്ഞ് ഓരോ അവധി പറയുന്നതല്ലാതെ അവിടെ ചർച്ചകൾക്ക് പുറമെ പ്രായോഗിക തലത്തിൽ ഒന്നും കൊണ്ടുവരുന്നില്ല എന്നുള്ളതാണ് വീണ്ടും ഈ വിഷയം സഭയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുവാൻ ഞങ്ങൾ ആഗ്രഹിച്ചത്. അതിനകത്ത് ഗവൺമെൻറ് ഇക്കാര്യത്തിൽ സമ്പൂർണ്ണമായും പരാജയപ്പെട്ടിരിക്കുകയും മത്സ്യമേഖലയിൽ ഇന്ന് ഉയർന്നു നിൽക്കുന്ന ആശങ്ക, ആ പ്രദേശത്ത് ഉയർന്നു നിൽക്കുന്ന ആശങ്ക, അവർ ഒരുപാട് വിഷയങ്ങൾ അവർ പറഞ്ഞിട്ടുണ്ട്. മണ്ണ് മാറ്റണം, അതിൻ്റെ അടിത്തട്ടിലുള്ള മണ്ണ് മാറ്റം അടക്കമുള്ള അടിയന്തര വിഷയങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ താൽക്കാലിക പരിഹാരമല്ല, ശാശ്വതമായ പരിഹാരമാണ് ഉണ്ടാവേണ്ടത്. അതിലേക്കൊന്നും പോകുന്നില്ല എന്നുള്ളത്. ഒപ്പം തന്നെ ഈ മുതലപ്പുഴയിൽ ടൂറിസം മേഖലയിൽ ഒരു ചെറിയ മുന്നേറ്റം ഉണ്ടായിരുന്നെങ്കിൽ അതും ഇന്നിപ്പോൾ ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ വേറെ രീതിയിലുള്ള വരുമാനം കൊണ്ടുവരാൻ പോലും കഴിയാത്ത നിലയിൽ ഇന്ന് ആ പ്രദേശം മാറിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് ഇന്ന് ഞങ്ങൾ ചൂണ്ടിക്കാട്ടിയത്.